ഭവൻപുരം എന്ന ചെറിയ ഗ്രാമത്തിൽ രവി, അമ്മു, കിരൺ എന്നീ മൂന്നുപേർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു രാത്രിയിൽ പ്രഭയോടെ ഉള്ള പുരാതന കഥാകാരൻ ഒരു രഹസ്യമൊഴിഞ്ഞു. സിൽവർ ലേക്ക് ഒരു വലിയ നിക്ഷേപം ഒളിച്ചിരിക്കുന്നു, പക്ഷേ അതിന് ശാപമുണ്ട്. അതിനെ തേടുന്നവരെ ഒരിക്കലും മടങ്ങിവരാൻ കഴിഞ്ഞിട്ടില്ല. രവി ചിരിച്ചു. ശാപം അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഭയപ്പെടുന്നില്ല, അമ്മു ആശങ്കയോടെ പറഞ്ഞു. എന്തായാലും ഇതെല്ലാം ശരിയാണെങ്കിൽ, കിരൺ പറഞ്ഞു, നമുക്ക് തന്നെ അന്വേഷിച്ചു കാണാം. അടുത്ത ദിവസം അവർ തടാകത്തിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. പുലർച്ചെ സുഹൃത്തുക്കൾ അവരുടെ അവശ്യവസ്തുക്കൾ, ഭക്ഷണം, വിളക്കുകൾ, കയറുകൾ എന്നിവ പായ്ക്ക് ചെയ്ത് കാട്ടിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പാത പരുക്കനായിരുന്നു. ഇടതൂർന്ന മരങ്ങൾ സൂര്യപ്രകാശത്തെ തടസ്സപ്പെടുത്തി. പക്ഷികൾ ശബ്ദമുയർത്തുകയും ദൂരെ നിന്ന് അലറുകയും ചെയ്തു. അമ്മു മന്ത്രിച്ചു, ഒരുപക്ഷേ ഇത് അത്ര നല്ല ആശയമായിരിക്കില്ല. എന്നാൽ രവി ചിരിച്ചു. അപ്പോഴേക്കും പേടിയുണ്ടോ? നിധി കാത്തിരിക്കുന്നു. ഇതിഹാസത്തിന്റെ മുന്നറിയിപ്പിന്റെ ഭാരം അനുഭവപ്പെട്ടുകൊണ്ട് കിരൺ മിണ്ടാതെ നിന്നു. അവർ തടാകത്തിനടുത്തെത്തിയപ്പോൾ ഒരു വിചിത്രമായ മൂടൽമഞ്ഞ് വീഴാൻ തുടങ്ങി. അവർ തടാകത്തിൽ എത്തിയപ്പോഴേക്കും മൂടൽമഞ്ഞ് കട്ടിയായതിനാൽ കാണാൻ പ്രയാസമായിരുന്നു. സൂര്യൻ അപ്പോഴും അസ്തമിച്ചിരുന്നെങ്കിലും ചന്ദ്രപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതുപോലെ വെള്ളത്തിന്റെ തിളക്കം വെള്ളത്താൽ മിന്നിമറഞ്ഞു. അരികിൽ ചിഹ്നങ്ങൾ കൊത്തിവച്ച ഒരു ശിലാഫലകം അവർ കണ്ടെത്തി. ഇതിന്റെ അർത്ഥം എന്താണ്? കൊത്തുപണികൾ പിന്തുടർന്ന് അമ്മു ചോദിച്ചു. കിരൺ അത് സൂക്ഷ്മമായി പഠിച്ചു. ഇത് ഒരു കടങ്കഥയാണ്, ഉറക്കെ വായിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിധി കണ്ടെത്താൻ രാത്രിയിൽ നൃത്തം ചെയ്യുന്ന വെളിച്ചത്തെ പിന്തുടരും. രവി പുഞ്ചിരിച്ചു. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതായി തോന്നുന്നു. ക്യാമ്പ് സ്ഥാപിച്ച ശേഷം ആകാശം ഇരുണ്ടതിനാൽ സുഹൃത്തുക്കൾ തടാകത്തിനരികിൽ കാത്തിരുന്നു. പെട്ടെന്ന് വെള്ളത്തിനു മുകളിൽ നൃത്തം ചെയ്യുന്ന പ്രകാശത്തിന്റെ ചെറിയ ഓർബുകൾ പ്രത്യക്ഷപ്പെട്ടു. അവർ പാറ്റേണുകളിൽ നീങ്ങി ഒരു പാത സൃഷ്ടിച്ചു. അതായിരിക്കണം നിധിയിലേക്കുള്ള വഴി. രവി തലയുയർത്തി ചാടി. കിരൺ അവനെ പിന്തിരിപ്പിച്ചു. കാത്തിരിക്കൂ, അത് ഒരു കെണിയാണെങ്കിൽ ഒരു ശാപമുണ്ടെന്ന് ഇതിഹാസം പറഞ്ഞു എന്ന് അമ്മു പരിഭ്രാന്തിയോടെ കൂട്ടിച്ചേർത്തു. എന്നാൽ രവി ഉറച്ചുനിന്നു. നഴ്സാണോ അല്ലയോ, ഞാൻ അകത്തേക്ക് പോകുന്നു. മൂന്ന് സുഹൃത്തുക്കളും അടുത്തുള്ള ഒരു ചെറിയ തടി റാഫ്റ്റിൽ കയറി ലൈറ്റുകൾ പിന്തുടർന്നു. ലൈറ്റുകൾ അവരെ തടാകത്തിന്റെ മറുവശത്തുള്ള പാറക്കെട്ടുകളിലേക്ക് നയിച്ചു. ഒരു വെള്ളച്ചാട്ടത്തിനു പിന്നിൽ ഒരു ഇരുണ്ട ഗുഹ ഒളിച്ചിരുന്നു. ഇത് അങ്ങനെയായിരിക്കണം, റാഫ്റ്റിൽ നിന്ന് ചാടി രവി പറഞ്ഞു. വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാതിരിക്കുകയും ഗുഹയ്ക്കുള്ളിലെ വായു തണുത്തതും ഈർപ്പമുള്ളതുമായിരുന്നു. ചുവരുകളിലെ പുരാതന കൊത്തുപണികൾ വെളിപ്പെടുത്തിക്കൊണ്ട് കിരൺ ഒരു വിളക്ക് കത്തിച്ചു. അമ്മു വിറച്ചു. എനിക്കിഷ്ടമല്ല ഈ സ്ഥലം. ഗുഹയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് നയിക്കുന്ന ഒരു ഇടുങ്ങിയ പാത കണ്ട് രവി മുന്നോട്ട് നീങ്ങി. അവർ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു വലിയ കല്ലുവാതിൽ അവർ കണ്ടു. അതിന്റെ മധ്യത്തിൽ തിളങ്ങുന്ന ചുവന്ന കണ്ണുകളുള്ള ഒരു സർപ്പത്തിന്റെ കൊത്തുപണി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ണുകൾ മിന്നിമറയുകയും ഒരു മുഴങ്ങുന്ന ശബ്ദം ഗുഹയിൽ നിറയുകയും ചെയ്തു. പിന്തിരിയുക, അല്ലെങ്കിൽ ശാപത്തിന്റെ കോപത്തെ അഭിമുഖീകരിക്കുക, അമ്മു നിലവിളിച്ചു. രവി പോലും മടിച്ചു. എന്നാൽ കിരൺ ഒരു കാര്യം ശ്രദ്ധിച്ചു. നോക്കൂ, കണ്ണുകൾ രത്നക്കല്ലുകളാണ്. വെളിച്ചത്തെ പിന്തുടരുക എന്ന് കടങ്കഥ പറയുന്നു. ഒരുപക്ഷേ അവരാണ് താക്കോ. രവി ശ്രദ്ധാപൂർവം കൈനീട്ടി രത്നങ്ങളിലൊന്ന് വളച്ചു. മെല്ലെ വാതിൽ തുറന്നു. അകത്ത് സ്വർണം, ആഭരണങ്ങൾ, പുരാതന കരകൗശല വസ്തുക്കൾ എന്നിവ നിറഞ്ഞ തിളങ്ങുന്ന ഒരു മുറി സുഹൃത്തുക്കൾ കണ്ടെത്തി. അവരുടെ വിളക്കിന്റെ വെളിച്ചത്തിൽ നിധി തിളങ്ങി. ഞങ്ങൾ അത് ചെയ്തു, രവി നിലവിളിച്ചു. മുറിയുടെ മധ്യഭാഗത്തുള്ള നെഞ്ചിലേക്ക് ഓടി. എന്നാൽ അമ്മു മടിച്ചു. എന്തോ ശരിയാണെന്ന് തോന്നുന്നില്ല. രവി നെഞ്ചിൽ സ്പർശിച്ചതോടെ നിലം കുലുങ്ങാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത്? കിരൺ നിലവിളിച്ചു. ചുവരുകളിലെ കൊത്തുപണികൾ തിളങ്ങാൻ തുടങ്ങി. സർപ്പത്തിന്റെ ശബ്ദം വീണ്ടും പ്രതിധ്വനിച്ചു. സൂക്ഷിക്കേണ്ട നിധി എന്റേതാണ്. പോകാൻ നിങ്ങൾ എന്റെ പരീക്ഷയിൽ വിജയിക്കണം. സർപ്പത്തിന്റെ ശബ്ദം തുടർന്നു. രക്ഷപ്പെടാൻ നിങ്ങൾ എന്റെ പസിൽ പരിഹരിക്കണം. തെറ്റായി ഉത്തരം നൽകുക, അപ്പോൾ നിങ്ങൾ എന്നേക്കുമായി കുടുങ്ങിപ്പോകും. ചുവരിൽ തിളങ്ങുന്ന ഒരു ചിഹ്നം പ്രത്യക്ഷപ്പെട്ടു. 3 വൃത്തങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ശബ്ദം ചോദിച്ചു, എന്തിനു തുടക്കമില്ല, അവസാനമില്ല, എല്ലാം ബന്ധിപ്പിക്കുന്നു. രവി പരിഭ്രാന്തനായെങ്കിലും കിരൺ കഠിനമായി ചിന്തിച്ചു. അതൊരു പഴഞ്ചൊല്ലാണ്. ചിന്തിക്കൂ, അമ്മു മന്ത്രിച്ചു. സമയമാണോ? കിരൺ തല കുലുക്കി. ഇല്ല, അതൊരു വൃത്തമാണ്. അയാൾ മറുപടി വിളിച്ചു പറയുകയും വിറയൽ നിർത്തുകയും ചെയ്തു. സർപ്പത്തിന്റെ ശബ്ദം മറുപടി പറഞ്ഞു. നീ ബുദ്ധിപൂർവം തിരഞ്ഞെടുത്തു. സർപ്പത്തിന്റെ ശബ്ദം മങ്ങിയതോടെ നിധി മുറി തകർന്നു വീഴാൻ തുടങ്ങി. ഓടിക്കോ. ഒരു പിടി സ്വർണ്ണ നാണയങ്ങൾ കയ്യിൽ പിടിച്ച് രവി നിലവിളിച്ചു. മേൽക്കൂര അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അമ്മുവും കിരണും അവനെ വലിച്ചിഴച്ചു. ഗുഹയിലേക്ക് ഒഴുകുന്ന പാറകളെയും അരുവികളെയും മറികടന്ന് അവർ ഇടുങ്ങിയ പാതയിലൂടെ ഓടി. അവർ എക്സിറ്റിൽ എത്തിയപ്പോൾ വെള്ളച്ചാട്ടം ഉച്ചത്തിൽ അലറി. ഗുഹ അടച്ചതുപോലെ അവർ അവരുടെ റാഫ്റ്റിലേക്ക് ചാടി. ക്ഷീണിച്ചു നനഞ്ഞ അവർ വീണ്ടും തീരത്തേക്ക് ഒഴുകി. ഗരയിൽ തിരിച്ചെത്തിയപ്പോൾ സുഹൃത്തുക്കൾക്ക് ശ്വാസം മുട്ടി. രവി താൻ എടുത്ത സ്വർണ്ണ നാണയങ്ങൾ നോക്കി. പക്ഷേ അവ അയാളുടെ കൈകളിലെ പൊടിയായി മാറി. ശാപം യഥാർത്ഥമാണ്, അമ്മു മന്ത്രിച്ചു. കിരൺ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരുപക്ഷേ യഥാർത്ഥ നിധി രഹസ്യം ഒരുമിച്ച് പരിഹരിക്കുകയും സാഹസികതയെ അതിജീവിക്കുകയും ചെയ്തതായിരിക്കാം. രവി ചിരിച്ചു.
കഥ പറയാനാണ് ഞങ്ങൾ ജീവിച്ചത്. അവർ ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോൾ വെള്ളി തടാകം അവരുടെ പിന്നിൽ തിളങ്ങി അതിന്റെ രഹസ്യങ്ങൾ ഒരിക്കൽ കൂടി മറച്ചുവെച്ചു.